പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം അച്ഛൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യമാണ്. യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും ആശംസിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വചനമാണ്. എങ്കിൽ ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് അച്ഛൻ അമേരിക്കയ്ക്ക് ധ്യാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുവാനും, പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറേ റൗണ്ട് ചെയ്താണ് അച്ഛൻ അമേരിക്കയിൽ പോകുന്നത്. വലിയ ദൈവിക സംരക്ഷണവും പ്രാർത്ഥനയൊക്കെ ആവശ്യം കേട്ടോ, മറക്കരുത്. ഓക്കെ, വാഗ്ദത്ത വചനം: ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്ത് ഞാൻ നിനക്ക് സംരക്ഷണം നൽകും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും വായിച്ചുള്ള വചനമാണ്, ഇഷ്ടപ്പെട്ട വചനം. യാക്കോബ് അമ്മാവനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ദൈവം തരുന്ന വാഗ്ദാനമാണ്. അതായത് പ്രിയമുള്ളവരെ, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ദൈവിക സംരക്ഷണം തരും, ആപത്തുനിന്ന് കാത്തുരക്ഷിക്കും. വീണ്ടും വചനം പറയുന്നത്, നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നവരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഓരോ യാത്രയിലും മടക്കയാത്രയിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടാകും, സംരക്ഷണം തരും, കാത്തുപരിപാലിക്കും, നേർവഴിക്ക് നയിക്കുകയും ചെയ്യും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഈശോയുടെ കൂടെയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇത് നാം കാണുന്നുണ്ട്. യാക്കോബ് യാത്രയാകുന്നു, ദൈവം കൂടെയുണ്ട്, ദൂതൻ കൂടെയുണ്ട്. ആ യാത്രയിലും തിരിച്ച് ദേശത്തേക്ക് വരുന്നവരെ യാക്കോബിൻ്റെ കൂടെ ദൈവദൂതൻ്റെ സാന്നിധ്യവും സംരക്ഷണവും എല്ലാം ഉണ്ടായി. എങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് യാത്ര ചെയ്യുന്ന സകല മക്കൾക്കും ഈ ദൈവിക സംരക്ഷണം കിട്ടട്ടെ. ഒപ്പം അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അച്ഛൻ അവിടെ ചെന്നിട്ട് ധ്യാനവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയിലുള്ള അനുഭവങ്ങളും വചനങ്ങളൊക്കെ നിങ്ങളുമായി വരും ദിവസം പങ്കുവയ്ക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവിക സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.